ട്രോളുകൾ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് അതുപോലെ ഹെയ്റ്റ് ക്യാമ്പയിൻ എന്നുള്ള രീതി പോലെയാണ് ശരിക്കും പറഞ്ഞ ഇത് വന്നത്. പക്ഷെ ആ അതൊരു എനിക്ക് തോന്നുന്നേ സുരേഷ് ഗോപിയൊക്കെ അത് ഭയങ്കര, ഞാൻ ഇന്റർവ്യൂ കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നു അതൊക്കെ ഭയങ്കര എന്താ അച്ഛൻ മകൻ ബന്ധത്തിലൊരു കോമഡി പോലെയാ. നിന്നെ പറ്റി ഇതേ ഉണ്ട് സുരേഷിനെ പറ്റി അവന് സുരേഷ് പൃഥ്വിരാജിന്റെ പ്രേതങ്ങളില്ല. പക്ഷെ അത് മാത്രമല്ല, മാധവ് ഓപ്പൺ ആയിട്ട് പറഞ്ഞല്ലോ, എനിക്ക് ഈ സിനിമകൾ ഇപ്പൊ കിട്ടുന്നതൊക്കെ സുരേഷ് ഗോപിയുടെ മകനായതുകൊണ്ട് തന്നെയാണ്. ഇപ്പൊ JSKയിൽ എന്നെ വിളിച്ചത് സുരേഷ് ഗോപിയുടെ മകനും ഒന്നിക്കുന്നു എന്ന് പറയുന്ന ആ അതൊരു മാർക്കറ്റിംഗ് തന്ത്രം തന്നെയാണ് ഓപ്പണായി സമ്മതിച്ചു. ഇപ്പൊ ഞാൻ എപ്പോക്കിട്ടായിട്ട് തന്നെയാണ് വന്നത്. പക്ഷെ എനിക്ക് പ്രൂവ് ചെയ്യാൻ സമയം തരൂ, പ്രൂവ് ചെയ്യാൻ ഞാൻ അവസരം തരൂ, ഞാൻ പ്രൂവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ ഇട്ടിട്ട് പോകും എന്നേ പറയുന്നുള്ളൂ. ആളും വലിയ സംഭവമാണെന്ന് പറയുന്നില്ല. പക്ഷെ പുള്ളിയുടെ ഇരിപ്പ് സ്റ്റൈല് ഇതൊക്കെ കാണുമ്പോൾ അതങ്ങനെ മലയാളികളല്ലേ പൊളിക്കും. അതന്നെ മലയാളികൾ. പക്ഷെ എനിക്ക് മാധവന്റെ ഒരു ആറ്റിറ്റ്യൂഡോ അല്ലെങ്കിൽ മാധവന്റെ ഒരു ഇംഗ്ലീഷൊക്കെ വർത്തമാനമൊക്കെ കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് അത് ഇംഗ്ലീഷ് പറയാൻ വേണ്ടി പറയുന്നതല്ല. നമുക്ക് രണ്ട് രീതിയിൽ അറിയാം. അതായത് ഇംഗ്ലീഷ് പറയാൻ വേണ്ടി പറയുന്ന ആളുകളും ഓട്ടോമാറ്റിക്കായിട്ട് ഇംഗ്ലീഷ് വരുന്നത് തമ്മിൽ നമുക്കത് മനസ്സിലാവും. അതായത് എനിക്ക് തോന്നുന്നു ഈ മാധവ് സുരേഷാണെന്ന് തോന്നുന്നത് സുരേഷ് ഗോപിയുടെ കുറെ സോഫ്റ്റ്വെയർ സംബന്ധമായ കാര്യങ്ങളോ അക്കൗണ്ട് സംബന്ധമായ കാര്യങ്ങളോ എന്തൊക്കെയോ ചെയ്യുന്നത് പുള്ളിയാണ്. ഗോകുൽ അങ്ങനെയല്ല. ഗോകുൽ ഒരു പാവം നാട്ടുമ്പുറം പയ്യനെ പോലെ ഗോകുലിന്റെ വർത്തമാനം ഉണ്ട്. പക്ഷെ ഈ പറഞ്ഞ പോലെ ഇംഗ്ലീഷ് ആക്സെന്റ് ഒന്നും അങ്ങനെ വരുന്ന ഒരാളല്ല. അത് ഗോകുൽ അങ്ങനെയല്ല. ഗോകുൽ നാട്ടിൽ തന്നെ പഠിച്ചത്. ഗൂഗിൾ സുരേഷിനെ പോയി കാണുന്ന സമയത്തൊക്കെ നമ്മൾ ഭയങ്കര കാമായിട്ട് ഭയങ്കര രസമാണ്. പക്ഷേ ഈ അടുത്തിടയ്ക്കാണ് ഈ പറഞ്ഞ പോലെ പറയുന്ന കാര്യം വളച്ചൊടിക്കുന്നുള്ള രീതിയിലൊക്കെ പുള്ളി തിരിച്ച് പ്രതികരിച്ചു തുടങ്ങിയത്. എന്താ പറയുക, പക്ഷെ ഈ ഡയലോഗ് പറയുമ്പോൾ വേറെ, പക്ഷെ ആളെ കാണുമ്പോൾ ഭയങ്കര ഭാവമായിട്ടൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഞാൻ ഒറ്റ സമയത്തൊക്കെ കണ്ടിരുന്നു. അതുപോലെ തന്നെ വേറൊരു സിനിമ അദ്ദേഹത്തിൻ്റെ അടുത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു മാളിൽ വെച്ചുകൊണ്ടപ്പോൾ അങ്ങനെയുള്ളൊരു ആറ്റിറ്റ്യൂഡിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും ഇനി 2-3 സിനിമകൾ എന്തോ വരുന്നുണ്ട്. മാധവന്റെ വരുന്നുണ്ട്. സുമതി വളവിൽ ഗോകുലുണ്ട്. മാധവ് സുരേഷിന്റെ വരുന്നുണ്ട്. പിന്നെ അച്ഛന്റെ ഒറ്റക്കൊമ്പൻ നടന്നുകൊണ്ടിരിക്കുന്നു പാലയിലല്ലേ. ഒറ്റക്കൊമ്പൻ നടക്കുന്നുണ്ട്. എല്ലാം കൊണ്ടും അവര് ഓൾറെഡി ഹാപ്പി ആയിരിക്കാം. പക്ഷെ ആളുകളുടെ ഇത് ഇപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ രാഷ്ട്രീയക്കാർ, അതായത് ഇപ്പൊ ഇന്നലെ അതാ പറഞ്ഞത്, ഇപ്പൊ സുരേഷ് ഗോപി ഒരു BJPയുടെ കേന്ദ്രമന്ത്രിയാണ്. സുരേഷ് ഗോപിയുടെ മകനായ ഗോകുല് ഇന്നലെ വന്നിരുന്നപ്പോ കണ്ടത് ഗോകുലും രാഹുൽ മാങ്കൂട്ടത്തിലും കെട്ടിപ്പിടിച്ചിരിക്കുന്ന കണ്ടത്. അവര് തമ്മിലൊന്നും ഒരു പ്രശ്നവുമില്ല. ഇന്നലെ സുമതി വളവ് കണ്ട രാഹുൽ മാങ്കൂട്ടത്തിൽ അടുത്തടുത്താണ് ഗോകുലായിട്ട് ഇരുന്നിരുന്നത്. അവര് തമ്മിലൊന്നും ഒരു സംഭവം ഞാൻ കണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗണേഷ് കുമാർ നമ്മുടെ ഈ ഗണേഷ് കുമാറും ഗോകുൽ സുരേഷും അഭിനയിച്ച സിനിമയുണ്ട്. അതെ, ആ സിനിമയുടെ ഇതിന് ഓൾറെഡി ഗഗനാചാരി അല്ലെ, ഗഗനാചാരി ഓൾറെഡി കണ്ട. അന്നും സുരേഷ് ഗോപി ഈ പറഞ്ഞ പോലെ അന്ന് ഗണേഷ് കുമാർ വന്നിട്ടുണ്ടായില്ല. പക്ഷേ മെയിൻ ആയിട്ട് അത് അതുപോലെ പ്രിവ്യൂ ആണ് ഞാൻ കണ്ടത്. അതിനുശേഷം ഇതിന്റെ ഫോറം മാളിൽ ഒരു ഇതുണ്ടായിരുന്നു. അതിന് ലുലുമാളിൽ PVR ചെയ്തിരുന്നത്. അപ്പോൾ അന്ന് വന്ന സമയത്ത് ഗണേഷ് കുമാർ ഇവരൊക്കെ ഭയങ്കര അല്ല, ഗണേഷ് കുമാർ പറഞ്ഞല്ലോ സുരേഷ് ഗോകുലിനെ വിളിച്ചിട്ട് ഗണേശൻ നന്നായി ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അതായത് ഏറ്റവും കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗണേഷ് കുമാർ സുരേഷ് ഗോപി ആ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും രാഷ്ട്രീയപരമായിട്ട് അല്ലെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും രാഷ്ട്രീയപരമായിട്ട് കുറെ വിമർശനങ്ങൾ അങ്ങോട്ട് ഉന്നയിക്കുന്നതാണ്. പക്ഷെ സുരേഷ് ഗോപിയുടെ മകന്റെ ഗോകുലിന്റെ സിനിമ കാണാൻ ഗണേഷ് കുമാറിന്റെ മകനാ വന്നത്. അവര് ഭയങ്കര ഫ്രണ്ട്സ് ആണ്. വനിതാ തിയേറ്ററിൽ അവര് ഒരുമിച്ചുണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ ഇതൊക്കെ ആണെങ്കിലും ഇവരൊക്കെ ആശയപരമായിട്ടുള്ള അഭിപ്രായം അത്രേ ഉള്ളൂ. ആ ഒരു പ്രൊഫഷണൽ രീതിയിലാണ് കാണുന്നത്. പക്ഷെ കാണുന്ന ജനങ്ങൾ വിചാരിക്കുന്നത് ഇവർ തമ്മിൽ ഭയങ്കരമായിട്ട് ഉടക്കാണെന്നുള്ള ഒരു ധാരണയാണ്. ഭയങ്കര കൂട്ടായിട്ട് അച്ഛന്റെ മെയിൻ കൂട്ടുകാരനായിരുന്നു തോന്നി സുരേഷ് ഗോപി. എന്തൊക്കെ രാഷ്ട്രീയം മാറിയപ്പോൾ വിഷയം മാറിയിട്ടുണ്ടോ എനിക്കറിയില്ല. ആശയം മാറിയല്ലോ. അതുപോലെ തന്നെ ഈ ഗോകുൽ സുരേഷും ഗണേഷ് കുമാർ തൊട്ടടുത്തൊക്കെ തന്നെ ഇന്റർവ്യൂ ചെയ്ത ഇത് നമ്മുടെ ഓൾറെഡി അതിലുണ്ട്. അത്രയ്ക്ക് അടിപൊളിയാണ്. എന്തായാലും മാധവ് വളർന്നു വരട്ടെ. അല്ല, മാധവ് തെളിയിക്കട്ടെ. പക്ഷെ ഇപ്പോഴും സന്തോഷമുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോരുത്തരും ചവിട്ടി താഴ്ത്തുമ്പോൾ താഴാൻ നിന്ന് കഴിഞ്ഞാൽ അതിന് സമയം ഉണ്ടാവുള്ളൂ. എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ ഇതൊരു പണ്ട് ബാലനെ കുറിച്ചിട്ട് ഇനിയിട്ടോ പറഞ്ഞ ശേഷം ബാല തന്നെ സ്വയം ട്രോളിയിട്ട് ഷഫീഖിന്റെ സന്തോഷം സിനിമയിൽ അഭിനയിച്ച പോലെ ചിലപ്പോൾ ഇതൊരു ട്രോളായിട്ടൊക്കെ, അതായത് ചിലപ്പോൾ ഇതൊരു സ്പൂഫ് പോലെയൊക്കെ ഇനി ഇവർ വരും. മറ്റേ ഗുണ്ടകളല്ല അനാഥരാണെന്നൊക്കെ ഇനി ഇവര് തന്നെ സ്വയം ട്രോളിയിട്ട് വരും. അതെ, അത് മറ്റേ വരനാവശ്യമുണ്ടോ സുരേഷ് ഗോപി അനുകരിച്ചല്ലോ. അതുപോലെ വരും. എന്നാലും പക്ഷെ എനിക്ക് ഡയലോഗ് താങ്കളാണ് ആ ഡയലോഗ് അത് വേണ്ട, നമുക്ക് ഇത് ക്യാമറ ഓഫ് ചെയ്തിട്ട് പറയാം. അതാണ് നമ്മളെ ട്രോളാൻ വേണ്ടി. വേണ്ട അത് വേണ്ട, കട്ട് ചെയ്യാം. ജോവാക്കർ ഡയലോഗ് പറഞ്ഞ കുറച്ചും കൂടി ആയിരിക്കും. പക്ഷെ എനിക്ക് തോന്നുന്ന മാധവ് സുരേഷിന്റെ ഒരു ആറ്റിറ്റ്യൂഡ് ജോവാക്കർക്ക് ഉള്ളത് കുറച്ച്. അതെ. ഇല്ല, കാരണം കഴിഞ്ഞ ദിവസം നിങ്ങളെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ മികച്ച നടനാന്നുള്ളൊരു കമന്റുകളൊക്കെ ഏറ്റവും കൂടുതൽ അതാ വന്നിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ജോവാക്കറാണ് നല്ലൊരു നടൻ എന്നുള്ളതാണ്. അതല്ലേ പിന്നെന്ത് ഗുണ്ടകള് അനാഥര് അതും കൂടി വരട്ടെ. അതെ, എന്തിനാണ് കൊന്നിട്ട്? നമ്മൾ ഗുണ്ടകളല്ല,
അനാഥരാണ്. പോരെ? എന്തിനാടാ വന്നിട്ട്? നമ്മൾ ഗുണ്ടകളല്ല, അനാഥരാണ്. അവിടെ നോക്കി പറഞ്ഞാൽ നന്നാവും. പോരെ? വന്നിട്ട് നമ്മൾ ഗുണ്ടകളല്ല, അനാഥരാണ്. മാധവ സുരേഷിനൊപ്പം